തവനൂർ പഞ്ചായത്തിലെ പാലാട്ട് നമ്പ്രത്ത് കിഴക്കര തോടിലുള്ള ലോക്കം ബ്രിഡ്ജിന്റെ പുനരുദ്ധാരണത്തിന് തുടക്കമായി. ചടങ്ങ് KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. ശിലാസ്ഥാപനം നടത്തി 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും പ്രവൃത്തി തുടങ്ങുക. ഇത് പ്രവൃത്തി ഉദ്ഘാടനം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയതിന് ശേഷം പ്രവൃത്തി ഉദ്ഘാടനം മതിയെന്ന്. അങ്ങനെയാണ് കുറച്ച് നീണ്ടുപോയത്. ഇപ്പോൾ പാലത്തിന്റെ നിർമ്മാണം അതിന്റെ ഏതാണ്ട് ഒരു 25-30% പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 2 മാസത്തിനുള്ളിൽ നമുക്ക് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും. 46 ലക്ഷം രൂപയാണ് GST ഉൾപ്പെടെ ഈ പദ്ധതിക്കായിട്ട് സർക്കാരിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചത്. എത്രയോ വർഷങ്ങളായി കേടുവന്നു കിടക്കുകയായിരുന്നു നമ്മളുടെ ഷട്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ. അപ്പോൾ ഇത് പുതിയ ഷട്ടർ വന്നു. ഇനി നമുക്ക് ഈ പാലവും കൂടി വരുന്നതോടെ ആളുകളുടെ സഞ്ചാരവും വെള്ളത്തിന്റെ കെട്ടിനിർത്തലും ഒരുപോലെ. തവനൂർ പഞ്ചായത്തിലെ 19ാം വാർഡിലാണ് പുനരുദ്ധാരണം നടത്തുന്നതിനും കിഴക്കര തോടിന് പാർശ്വഭിത്തി സംരക്ഷണ പ്രവർത്തനങ്ങൾ നൽകുന്നതിനുമായി തുടക്കമായത്. ചടങ്ങ് തവനൂർ MLA KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ കർഷകർക്ക് തോടിന് കുറുകെ വാഹനങ്ങൾ കടന്നുപോകുന്നതിന് സൌകര്യമില്ലാത്തതിനാൽ കാർഷിക യന്ത്രങ്ങൾ കൃഷിസ്ഥലത്തേക്ക് എത്തിക്കുന്നതിനും മറ്റും വളരെയധികം പ്രയാസം അനുഭവിച്ചിരുന്നു. ഇതോടെ കർഷകരുടെ ഈ ദുരിതത്തിനും പരിഹാരമാകും. 3 മീറ്റർ ഉയരത്തിലാണ് ട്രാക്ടർ സ്ലാബ് നിർമ്മിക്കുന്നത്. നെൽവയലുകളിലേക്ക് വെള്ളം കയറുന്നത് തടയുന്നതിനായി കരിങ്കല്ലുകൊണ്ട് ആവശ്യമായ സ്ഥലങ്ങളിൽ പാർശ്വഭിത്തി അറ്റകുറ്റപ്പണികളും ചെയ്യുന്നുണ്ട്. TV ശിവദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CP നസീറ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ UM ഷീജ, ബാവ ഹാജി, ഉമ്മർ, മൊയ്തീൻ കുട്ടി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷൈലി മോൻ, ഓവർസിയർ മനോജ് എന്നിവരും പങ്കെടുത്തു. NCV ന്യൂസ് തവനൂർ. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.